നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈനാണ് പൈനാപ്പിൾ വൈൻ. അപ്പൊ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുന്നത്. 15 ദിവസം കൊണ്ടാണ് നമ്മളിവിടെ ഈ വൈൻ ഉണ്ടാക്കിയാക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു തവണ നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരിക്കൽ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വൈൻ ഇഷ്ടമാവും. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വർമ്മ രുചിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. Merry Christmas and a Happy New Year. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കാനായിട്ട് ആരംഭിക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1.5 കിലോളം വരുന്ന ഒരു പൈനാപ്പിൾ ആണ് എടുത്തത്. അപ്പൊ അതില് വേസ്റ്റ് എല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കിയപ്പോ ഏകദേശം ഇത് ഒരു 3/4 കിലോളം പൈനാപ്പിൾ ആണ് എനിക്ക് കിട്ടിയേക്കണത്. അപ്പൊ പൈനാപ്പിൾ വൈൻ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൈനാപ്പിൾ മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി തൊട്ട് എല്ലാ പാത്രങ്ങളും എല്ലാതും വെള്ളത്തിന്റെ അംശം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ 3/4 കിലോ പൈനാപ്പിൾ ആണ് എടുത്താക്കുന്നത്. 3/4 കിലോ പൈനാപ്പിളിന് 3/4 കിലോ തന്നെ പഞ്ചസാര ആവശ്യമുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് ഗോതമ്പ്, ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വരും. ഇത്രയും ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 4 ഏലക്കായ, 4 കരയാമ്പൂ, ഒരു 3 പട്ട. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഈ പൈനാപ്പിൾ ഒന്ന് അരച്ചെടുക്കട്ടെ ചെറുതായിട്ട്. അപ്പൊ ഇപ്പൊ നമ്മള് പൈനാപ്പിൾ അരച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എപ്പോഴും വൈൻ ഉണ്ടാക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ ഗ്ലാസ് ജാറ് അല്ലെങ്കിൽ ഭരണി, ഇങ്ങനത്തെ പാത്രങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊന്നും സാധാരണ വൈൻ ഉണ്ടാക്കാറില്ല. അപ്പൊ നമുക്കിത് നമ്മുടെ ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഈ അരച്ചു വെച്ചേക്കണ പൈനാപ്പിൾ. ഗ്ലാസ് ജാറും നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞ വളരെ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഗ്ലാസ് ജാറാണ്. അതുപോലെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന കറുകപ്പട്ടയും ഗ്രാമ്പും അതുപോലെ തന്നെ ഏലക്കായാണ്. ഞാൻ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇതിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കണ ഗോതമ്പ് ഞാൻ കിഴി കെട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഒരു തുണിയിൽ, ഒരു വൃത്തിയുള്ള തുണിയിൽ കിഴി കെട്ടി എടുത്താക്കേണ്ടതാണ്. നമുക്ക് ഇതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഈ ഗ്ലാസ് ജാറിക്ക് 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാണ്. അപ്പൊ 3/4 കിലോ പൈനാപ്പിളിന് 1.5 ലിറ്റർ തിളപ്പിച്ചാറിയ വെള്ളം എന്നുള്ളതാണ് കണക്ക്. അപ്പൊ ഏറ്റവും കൂടുതൽ ഫെർമെന്റേഷൻ നടക്കുന്നത് പൈനാപ്പിൾ വൈനാണ്. അപ്പൊ നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഒരു 3/4 ഭാഗത്തിൽ കൂടുതൽ നമ്മൾ വൈൻ വയ്ക്കാൻ പാടില്ല. എന്താ വെച്ചാൽ ഇത് നന്നായിട്ട് പതഞ്ഞ് പൊന്തും. അപ്പൊ നിങ്ങൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ചിലപ്പോൾ പതഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ഗ്ലാസ് ജാറിലോ ഭരണിയിലോ എന്തിനാണെങ്കിലും നിങ്ങൾ എടുക്കുന്നത് അതിന്റെ ഒരു 3/4 ഭാഗം മാത്രമേ നിങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് വരുമ്പോൾ അത്രയും വൈൻ ഉണ്ടാവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇനി തൊട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ എപ്പോഴും ഇളക്കുമ്പോൾ ഒരേ സമയത്ത് തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് എല്ലാ ദിവസവും കാലത്താണ് നിങ്ങൾ ഇളക്കണമെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ ഇളക്കുക. അതല്ല വൈകുന്നേരങ്ങളിലാണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തന്നെ ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം ഇത് ഇളക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടാണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുന്നോട്ട് തന്നെ ഇളക്കുക. അതല്ല പിന്നോട്ടാണ് ഇളക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇളക്കുക. അല്ലാണ്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഗ്ലാസ് ജാറ് ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് ഇതിന്റെ വായ ചെറുതായിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് മറ്റുള്ള ഈച്ചകളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രാണികളോ ഒന്നും വരാണ്ടിരിക്കാനും അത്യാവശ്യം വായുസഞ്ചാരം ഉണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ തുണി വെച്ച് തന്നെ കെട്ടണത്. ഇനി നമ്മൾ ഈ ജാറ് അധികം വെളിച്ചം വരാത്ത ഒരു സ്ഥലത്ത് വേണം സൂക്ഷിക്കാനായിട്ട്. ഇനി നമ്മൾ അതിനുശേഷം ഒന്നിടവിട്ട ദിവസങ്ങളിൽ, അതായത് നമ്മൾ ഇന്നിപ്പോ ഇത് ഇളക്കി കെട്ടി വെച്ചിട്ടുണ്ട്, നാളെ നമ്മൾ തുറക്കില്ല, മറ്റന്നാള് അതായത് 2ാമത്തെ ദിവസം ഇത് തുറന്നിട്ട് ഇളക്കണം.
അതുപോലെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മളിത് തുറന്നിളക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ മൂടിക്കെട്ടിയതിന് ശേഷം അധികം വെളിച്ചം വരാത്ത ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് സൂക്ഷിച്ചു വെക്കുക. നമുക്കിതൊന്ന് അഴിച്ചു നോക്കാം കേട്ടോ. ഇനി നമുക്കിത് വീണ്ടും ഒന്ന് മൂടിക്കെട്ടാം. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇപ്പൊ 15 ദിവസമായി നമ്മൾ വൈൻ കിട്ടിയിട്ട് ഒന്ന് തുറന്നു നോക്കാം. നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. വൈൻ്റെ ഏകദേശം മണവും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ വൈനൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ അരിച്ചെടുക്കാൻ പോകുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയാണ്, നമ്മൾ അരിക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പയും അതുപോലെ തന്നെ നമ്മൾ ഏത് പാത്രത്തേക്കാണോ അരിച്ചെടുക്കുന്നത് ആ പാത്രമൊക്കെ ഫുള്ള് വെള്ളമയം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം വേണം അതിലേക്ക് നമ്മൾ ഈ വൈൻ അരിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്കിതൊന്ന് അരിച്ചു നോക്കാം. ഇത് നമ്മൾ ഒരു തവണ അരിച്ചെടുത്ത വൈനാണ്. നമ്മളിത് ഒന്നും കൂടി അരിച്ചെടുക്കാണ്. ഇനി ഇതിലെന്തെങ്കിലും കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒന്നും ഇല്ല ഇതില്, എന്നാലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സെക്കൻഡ് ടൈം ഫിൽറ്റർ ചെയ്യാണ്. ഇനി നമ്മൾ 2 തവണ ഫിൽറ്റർ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കുപ്പികളിലേക്ക് ആക്കുന്നത്. ഇനി നമുക്ക് ഈ വൈനൊന്ന് മാറ്റി വെക്കാം ഒരു 5 ദിവസത്തേക്ക്. അപ്പോഴേക്കും നമ്മുടെ വൈൻ നന്നായിട്ടൊന്ന് തെളിഞ്ഞു കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് വീണ്ടും കാണാം ഒരു 5 ദിവസത്തിന് ശേഷം.